ഞാൻ ഭക്ഷണം ഉണ്ടാക്കില്ലേ? ഭക്ഷണം കിട്ടില്ലെന്നു ഞാൻ ഓർത്തെ. ഭക്ഷണം കേട്ടപ്പോ അവനോടി. അവനൊരു ഭക്ഷണപ്രാന്തനാണ്. നിങ്ങൾക്കും കിട്ടില്ലേ? വേണമെങ്കിൽ വാ. എന്റെ അമ്മേ ഞാൻ ഓർത്തോ. അവനും ഓടി. നിനക്കും കിട്ടില്ലേ? ഞാൻ ഓടി. ഭക്ഷണം കിട്ടില്ല എന്ന് കേട്ടപ്പോ എല്ലാരും വന്നു അല്ലേ? ഞാൻ ആദ്യം വന്നിരുന്നു. ഇവരാ വരാൻ വൈകിയത്. ഞാനും വന്നിരുന്നു. ഈ ലക്കിയാ വരാൻ വൈകിയത്. എപ്പോ? ശരി, ഞാൻ ദോശ ചൂടാം. ലക്കി പോയി തേങ്ങ ചിരവും. രാജു പോയി അടിച്ചു വാരി തുടക്കും. ബോൺസോ പാത്രം കഴുകും. എന്നാ ശരി, ഞാൻ വേഗം പാത്രം കഴുകട്ടെ. വേഗം വേഗം വേണേ, എല്ലാവർക്കും ജോലിക്ക് പോണ്ടേ. പോയി അടിച്ചു വാരി തുടക്കാനൊക്കെ ഇത്രയും പണിയാണ്. ഈ എമ്മ മാത്രം ചെയ്യുന്നോണ്ട് ഒന്നും അറിയുന്നില്ല. ഇനി മുതൽ എല്ലാവരും ചെയ്യണം. അയ്യോ, ഇത് അവളുടെ ചെവിയിലെത്തിയോ? ഞാൻ ഫുള്ള് പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ചിട്ടുള്ളത് അത് ഞാൻ വന്നിട്ട് കഴിക്കോളാം. എന്നാ നീ പോയി കുളിച്ചൊരുങ്ങിക്കോ. എല്ലാവർക്കും കേറാനുള്ളതല്ലേ? നീ കേറുന്നില്ലേ? എന്റെ കുളി കഴിഞ്ഞു. എനിക്കിനി മാറ്റാനേ ഉള്ളൂ. ഇത്ര രാവിലെ നിന്റെ കുളിയും കഴിഞ്ഞോ? എന്റെ കുളിയല്ലേ എന്ന് രാവിലെ നേരത്തെ കഴിയും. എന്നാ ഞാൻ പോയി മാറ്റട്ടെ. എന്നും എന്റെ ജോലി അടിച്ചു വാരി തുടക്കലാണ്. ഇന്നത്തെ എന്റെ ജോലി കഴിഞ്ഞു. ഇന്ന് മുതലല്ലേ? എന്താ ഇന്ന് മാത്രം മതിയോ? അയ്യോ വേണ്ട വേണ്ട. എന്നാ ശരി. അല്ല, ബോൺസോടി ഇതുവരെ കഴിഞ്ഞില്ല. അവനെ കണ്ടില്ലല്ലോ. അവന്റെ കഴിഞ്ഞ് അവൻ കുളിക്കാൻ കയറി. അവന്റെ അറിഞ്ഞ് നീ കയറിക്ക് വേഗം. അവന്റെ കഴിഞ്ഞിട്ടുണ്ടാവും. കുറെ നേരമായി. അവന്റെ കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പോയി കയറട്ടെ. എന്റെ ജോലിയും മതിയാക്ക് ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി എന്റെ ജോലി കഴിഞ്ഞ് രാജു ഇറങ്ങെങ്കിൽ ഞാൻ പോയി കൊടുക്കട്ടെ. നിന്റെ കഴിഞ്ഞോ? നീ പോയി കയറിക്കോ. എന്റെ കുറെ നേരമായി കഴിഞ്ഞിട്ട്. ഇനി എനിക്ക് പോയാൽ മതി. ശരി ശരി, ഞാൻ പോട്ടെ. നിന്റെ എല്ലാത്തും കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞു. ഇനി ലക്കി വന്ന് കയറട്ടെ. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞു. എന്നാൽ ഞാൻ പോയി കയറട്ടെ. ഇനി അരമണിക്കൂർ ഇല്ലേ ടൈം? അപ്പോഴേക്കും എമ്മയുടെയും ലക്കിയുടെയും കഴിയട്ടെ. എന്റെ കഴിഞ്ഞു. ഇവിടെ വന്നിരിക്കും. നിങ്ങൾ എല്ലാവരുടെയും കഴിഞ്ഞോ? എന്റെയും കഴിഞ്ഞു. വേഗം പോകാം. നടക്ക്. എങ്കിൽ 4 പേര് 4 വഴിക്ക് പോയിക്കോളും. ബൈ, ഞാൻ പോയി. എന്റെ കോളേജ് എത്തി. എന്റെ കഫേയും എത്തി. എന്റെ ജോലി സ്ഥലവും എത്തി. എന്റെ പാർട്ടി സ്ഥലവും എത്തി.